നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര സാഹചര്യങ്ങളും വിമാനങ്ങളിലെ തീപിടുത്തങ്ങളും നേരിടുന്നതിനായി പാന്തർ എന്ന അത്യാധുനിക ഫയർ എഞ്ചിൻ എത്തിച്ചു. വിമാനത്താവളത്തിലെ ഏത് വൻ ദുരന്തവും നേരിടാൻ പ്രാപ്തിയുള്ള എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് വിഭാഗത്തിലാണ് പാന്തർ ഉൾപ്പെട്ടിരിക്കുന്നത്. വിമാനത്തിന്റെ ചിറകിലോ എഞ്ചിനിലോ തീ പടരുന്ന സാഹചര്യമുണ്ടായാൽ യാത്രക്കാരുടെ ജീവൻ കാക്കാൻ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ എ ക്ലാസ് യന്ത്രത്തിന് സാധിക്കും. കേരളത്തിലെ ഒരു വിമാനത്താവളത്തിൽ ആദ്യമായിട്ടാണ് ഹൈ റീച്ച് എക്സ്റ്റൈലബിൾ ഡെറ്റ സാങ്കേതിക വിദ്യയുടെ ഇത്തരമൊരു ഫയർ എഞ്ചിൻ അവതരിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ റോസൻബവർ കമ്പനിയാണ് ഏകദേശം 12 കോടി രൂപ വിലമതിക്കുന്ന ഈ ആഡംബര വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും റോസൻബവറിന്റെ ഫയർ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് എത്തിച്ച പുതിയ പാന്തറിന്റെ അത്രയും ആധുനിക സംവിധാനങ്ങൾ അവയിൽ ഇല്ല. വലിയ വിമാനങ്ങളുടെ ഉള്ളിലേക്ക് നേരിട്ട് പ്രവേശിക്കാതെ തന്നെ തീ അണയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ ഇതിന്റെ പ്രത്യേകതയാണ്. ഒരു യന്ത്ര മനുഷ്യന്റെ കൈയോട് സാമ്യമുള്ള ഇതിലെ റോബോട്ടിക് ബൂം സംവിധാനം വിമാനത്തിന്റെ പുറംഭാഗം തുളച്ച് അകത്തേക്ക് നേരിട്ട് വെള്ളവും ഫോമും പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഭൂനിരപ്പിൽ നിന്ന് 16 മീറ്റർ ഉയരത്തിൽ വരെ, അതായത് ഒരു 5 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ വരെ എത്തി ഈ റോബോട്ടിക് കൈകൾക്ക് പ്രവർത്തിക്കാനും കഴിയും. കൂടാതെ 85 മീറ്റർ ദൂരേക്ക് വരെ ശക്തമായി വെള്ളം പമ്പ് ചെയ്യാനുള്ള കഴിവും ഇതിനുണ്ട്. വിമാനങ്ങളുടെ ലാൻഡിംഗ്, ടേക്ക് ഓഫ് സമയങ്ങളിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ ഞൊടിയിടയിൽ നേരിടാൻ പാന്തറിന് സാധിക്കും. സാധാരണ ഫയർ എഞ്ചിനുകളിൽ നിന്ന് പാന്തറിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ മിന്നൽ വേഗത്തിലുള്ള പ്രവർത്തനക്ഷമതയാണ്. തീപിടുത്തം മൂലമുണ്ടാകുന്ന ഭീകരമായ നഷ്ടങ്ങളും മനുഷ്യജീവന് സംഭവിക്കാവുന്ന അപകടങ്ങളും പരമാവധി കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഒരേ സമയം 11,300 ലിറ്റർ വെള്ളം, 1,300 ലിറ്റർ ഫോം എന്നിവ വണ്ടിയിൽ സംഭരിക്കാനാകും. ഇതോടെ ലോഹങ്ങൾക്കുണ്ടാകുന്ന തീ പെട്ടെന്ന് ശമിപ്പിക്കാൻ സഹായിക്കുന്ന 250 കിലോഗ്രാം ഡ്രൈ കെമിക്കൽ പൗഡറും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പാന്തറിലെ പ്രധാന പമ്പിന് മിനിറ്റിൽ 6,000 ലിറ്റർ വെള്ളം വരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. വാഹനത്തിന്റെ റൂഫ് മോണിറ്റർ വഴി മിനിറ്റിൽ 6,000 ലിറ്ററും മുൻഭാഗത്തെ പമ്പർ ഡയറക്റ്റ് വഴി മിനിറ്റിൽ 1,000 ലിറ്ററും വെള്ളം പുറത്തേക്ക് ചീറ്റാനാകും. വിമാനത്തിന്റെ താഴേക്കുള്ള എഞ്ചിനിലോ ടയറുകളിലോ ഉണ്ടാകുന്ന തീ വളരെ കൃത്യതയോടുകൂടി അണയ്ക്കാനാണ് പ്രധാനമായും പമ്പർ ഡയറക്റ്റ് ഉപയോഗിക്കുന്നത്. പുതിയ പാന്തർ എത്തിയതോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്.